വീഡിയോ എടുക്കുന്നുണ്ട്, ആ മിററിലൂടെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞതിനാണ് ഒരാൾ ഇവിടെ മസിൽ ഉരുട്ടി പിടിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മളെല്ലാവരും കൂടെ കുടുംബസമേതം പോകുന്നത് റിച്ചുവിൻ്റെ ഈ വർഷത്തെ ലാസ്റ്റ് PTM അറ്റൻഡ് ചെയ്യാനാണ് കേട്ടോ. സാധാരണ സ്കൂൾ എന്ന് പറയുന്ന ഡേറ്റിൽ അവർ പറയുന്ന സ്ലോട്ടിലാണ് നമ്മൾ പോകാറ്. പക്ഷേ ഇപ്രാവശ്യം അവർ പോർട്ടലിൽ കുറച്ച് ഡേറ്റ്സും കുറച്ച് സ്ലോട്ട്സും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സാറ്റർഡേ ആണ് കേട്ടോ ചൂസ് ചെയ്തത്. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു, എല്ലാവരുടെയും PTM ആയത് കാരണം. അതുകൊണ്ട് തന്നെ നമ്മൾ പേ പാർക്കിലാണ് കാറ് പാർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ കുറേ ബുക്കിൻ്റെ സ്റ്റോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ റിച്ചുവിന് കുറച്ച് ബുക്സ് വാങ്ങിക്കണം, വെക്കേഷന് വായിക്കാനായിട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ PTM കഴിഞ്ഞപ്പോൾ അവരുടെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഒരു ഹെലികോപ്റ്റർ താഴേക്കും മേലേക്കും ടെസ്റ്റ് ഡ്രൈവ് പോലെ എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ എല്ലാവരും അത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് 2-3 റൗണ്ടൊക്കെ അടിക്കുന്നത് കണ്ടപ്പോൾ കുട്ടികൾ കുറേ നേരം അത് നോക്കി നിന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ വഴിക്കാണ് പോകുന്നത്. അത് കാരണം ബുക്സ് ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവരുടെ മെഡിസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലായിട്ട് ഒരു ടാങ്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ റിച്ചുമോൻ അത് കണ്ടപ്പോൾ നേരെ പോയി ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത് ഹെലികോപ്റ്റർ അവിടെ തന്നെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ മുഴുവൻ തന്നെ പിങ്ക് ബ്ലോസം തന്നെയാണ്. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് വണ്ടിയിൽ പോകുമ്പോഴല്ലാതെ ഈ പിങ്ക് ബ്ലോസം അടുത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏതായാലും അത് കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് കുറേ മരം അതുപോലെ ഒന്നിച്ച് പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടി അവിടെ സൈഡാക്കി. പിന്നെ എൻ്റെ പോലെ പൂക്കൾ കാണാനുള്ള കൗതുകമൊന്നും ജിത്തുവേട്ടനും റിച്ചുവിനും ഇല്ലാത്തതുകൊണ്ട് അവർ രണ്ടുപേരും വണ്ടിയിൽ തന്നെ ഇരുന്നു. ഞാനും തനും മാത്രമാണ് പൂക്കൾ കാണാൻ പോയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, അത് ഒന്നിച്ചിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. ഞാൻ കുറേ നേരം കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നോക്കി. പക്ഷേ വെയിലൊക്കെ ആയത് കാരണം തന്നെ നമുക്ക് നേരിട്ട് കാണുന്ന അത്ര ഭംഗി എനിക്ക് ആ പൂക്കളുടെ വീഡിയോസിലൊന്നും കിട്ടിയെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ.